ആദ്യം ഒരു പാൻ എടുത്ത് കുറച്ച് ബട്ടർ ചൂടാക്കിയ ശേഷം മീഡിയം സൈസ് 2 സവാള അരിഞ്ഞ് ചേർക്കുക. നല്ല ബ്രൗൺ കളർ ആവുന്ന വരെ വഴറ്റിയെടുക്കുക. അതിനായിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് എളുപ്പം കിട്ടുന്നതായിരിക്കും. ഇനി ഇതിലോട്ട് 3 വെളുത്തുള്ളിയും ഒരു ചെറു കഷ്ണം ഇഞ്ചിയും 2 തക്കാളി അരിഞ്ഞതും ചേർത്ത് കൊടുക്കുക. 1-2 മിനിറ്റ് ഇളക്കിയ ശേഷം 5 വറ്റൽമുളകും ചേർത്ത് കൊടുത്ത് നല്ലോണം ഇളക്കുക. പട്ടഗ്രാമ്പും ഏലക്കയും ചേർത്ത് കൊടുത്ത ശേഷം ഒരു പിടി അളവിൽ അണ്ടിപ്പരിപ്പ് ചേർത്ത് നല്ലോണം വഴറ്റിയെടുത്ത് മാറ്റി വയ്ക്കുക. ചൂടായ ശേഷം അരച്ചെടുക്കാം. ഈ ഗ്യാപ്പിനുള്ളിൽ നമുക്ക് പനീർ റോസ്റ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് ബട്ടർ ചൂടാക്കിയ ശേഷം ഞാനൊരു 100 ഗ്രാം പനീറാണ് എടുത്തിരിക്കുന്നത്. അത് നല്ല രീതിക്ക് റോസ്റ്റ് ചെയ്തെടുത്ത് മാറ്റി വയ്ക്കുക. മാറ്റി വെച്ച് നമുക്ക് മിക്സിയിലോട്ട് നല്ലോണം അരച്ചെടുക്കാം. കണ്ടിട്ട് നല്ലൊരു റെഡിഷ് ഓറഞ്ച് കളറുള്ള പേസ്റ്റ് രൂപത്തിൽ കിട്ടിയിട്ടുണ്ട്. ഇതിന് ശേഷം ഒരു പാൻ എടുത്ത് 2 സ്പൂൺ നെയ്യ് ചേർത്ത ശേഷം നല്ലോണം ചൂടായി വരുമ്പോൾ 1.5 സ്പൂൺ റെഡ് ചില്ലി പൗഡർ ചേർത്ത് നല്ലോണം റോസ്റ്റ് ചെയ്യുക. അതിലോട്ട് നമ്മുടെ അരച്ച് വെച്ച പേസ്റ്റും കൂടി ഇട്ട് നല്ല രീതിക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം. ഈ കുക്കിൻ്റെ ഇടയിൽ ഞാൻ ക്യാമറയുടെ ആംഗിളൊക്കെ മറന്നുപോയി, ക്ഷമിക്കുക. അരച്ചെടുത്ത പേസ്റ്റ് ഫുള്ളായി ചേർത്ത ശേഷം ചെറു ഫ്ലെയിമിൽ 10 മിനിറ്റ് വേവിച്ചെടുക്കുക. ഒരു 10 മിനിറ്റിന് ശേഷം കുറച്ച് ഗരം മസാലപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കുറച്ച് ഇളക്കുക. എന്നിട്ട് ഇതിലോട്ട് നമ്മൾ ഫ്രഷ് ക്രീമാണ് ആഡ് ചെയ്യുന്നത്. ഞാൻ മിൽക്കി മിസ്റ്റിൻ്റെ ഫ്രഷ് ക്രീമാണ് എടുത്തിരിക്കുന്നത്. കറിക്കൊരു നല്ല തിക്നെസ്സും ടേസ്റ്റ് കിട്ടാൻ ഇത് വളരെ സൂപ്പറാണ്. ഒരു 2 സ്പൂൺ അളവിൽ ഫ്രഷ് ക്രീം ചേർത്ത് നല്ലോണം ഇളക്കി യോജിപ്പിക്കുക. ഒരു 3 മിനിറ്റോളം നല്ലോണം ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം നമ്മുടെ റോസ്റ്റ് ചെയ്ത് വെച്ച പനീരും കൂടി ആഡ് ചെയ്തിട്ട് നല്ല രീതിക്ക് ഇളക്കി യോജിപ്പിക്കുക. ഞാൻ ഇതിലോട്ട് 1 സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്യുന്നുണ്ട്. പഞ്ചസാര തികച്ചും ഓപ്ഷനാണ്. മധുരം ഇഷ്ടമുള്ളവർക്ക് ആഡ് ചെയ്യാം, ഇല്ലാത്തവർക്ക് ഒഴിവാക്കാം. എന്നിട്ട് 10 മിനിറ്റ് ചെറു ഫ്ലെയിമിൽ അടച്ച് യോജിപ്പിച്ച ശേഷം നമുക്ക് സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റി വയ്ക്കാം. ഞാൻ ഫസ്റ്റ് ടൈമാണ് പനീർ ബട്ടർ മസാല ഉണ്ടാക്കിയത്. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ ചപ്പാത്തിയോടൊപ്പം കഴിച്ച് നോക്കിയത് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. നിങ്ങളും ഉണ്ടാക്കി നോക്കിയ ശേഷം ഫീഡ്ബാക്ക് അറിയിക്കുക. നന്ദി.